എന്റെ ചോദ്യം കേട്ടെങ്കിൽ അതിന് മറുപടി എന്റെ ചോദ്യം കേട്ടെങ്കിൽ അതിന് മറുപടി ശബ്ദം കൊണ്ടുള്ള വെടിക്കെട്ടിനാണ് എങ്കിൽ ആ പൂരപ്പറമ്പിൽ ഞാനില്ല, ഞാൻ അടുത്ത അതിഥിയിലേക്ക്. ഇന്ത്യ നേരിടുന്ന ഒരു നയതന്ത്ര പ്രതിസന്ധിയായി ഇത് മാറി. കാരണം പിന്നീടും ട്രംപ് പ്രതികരിച്ചു. എന്തായിരുന്നു അത്? ഞാൻ ഈ 1000 കൊല്ലം പഴക്കമുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന്. അത് അതിനുശേഷം വന്ന പ്രതികരണമല്ലേ? ഒരു സെക്കൻഡ് സാർ, അല്ലല്ല, അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അല്ലല്ല, എന്ത് ചെയ്യുമെന്നല്ല, ഒരു സെക്കൻഡ് അല്ല, ഒരു സെക്കൻഡ് അല്ല, ഒരു സെക്കൻഡ് എന്ത് ചെയ്യും, അല്ലല്ല, എന്ത് ചെയ്യുമെന്നാണ് ചോദ്യമെങ്കിൽ, എന്ത് ചെയ്യുമെന്നാണ് ചോദ്യമെങ്കിൽ 2 മുൻഗാമികളുടെ കാര്യം പറയാം, ഉദാഹരിക്കാം. ഒന്ന് ഗുജറാള്, ഒന്ന് പ്രധാനമന്ത്രിക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വാജ്പേയി. ഗുജറാൾ പറഞ്ഞത് UK ഇടപെടലിനെ പറ്റിയാണ്. ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഉണ്ടായ കുഴപ്പമാണല്ലോ, ഞങ്ങൾ ഇടപെട്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ഇടപെടൽ വേണ്ട, ഒരു 3ാം കിട ശക്തി എന്ന നിലയിൽ നിങ്ങൾ വേണ്ട, 3ാം കിട ശക്തി എന്ന് ഉള്ള കർക്കശമായ മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. വാജ്പേയിയെ വാഷിംഗ്ടണിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്, അല്ലെ? ക്ലിന്റൺ വരില്ല എന്നായിരുന്നു മറുപടി. അങ്ങനെ നട്ടല് നിവർത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രതികരണം ഈ 22 മിനിറ്റ് പ്രഭാഷണത്തിൽ ഉണ്ടായോ ഇല്ലയോ? നീ ഇങ്ങനെ മാക്കാൻ തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ, പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തിക്കളയും കേട്ടാ. അല്ല, ഇത് ഈ 22 മിനിറ്റ് പ്രഭാഷണത്തിന് മുമ്പും അതിനു മുമ്പും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു 3ാം ശക്തി ഇല്ല. അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ്. നമുക്കതിന്റെ ആവശ്യവുമില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് POK മാത്രം, പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭീകരത മാത്രം, അതിന് വേറൊരു ശക്തിയുടെ ആവശ്യമില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഇതിന്റെ അകത്ത് ആ മെസ്സേജും വളരെ ക്ലിയർ ആണ്. ശരിയായിരിക്കുമ്പോഴും ഒരു ഔചിത്യത്തിനപ്പുറത്ത്, ശ്രീ ഷാബു പ്രസാദ്, ഒരു ഔചിത്യത്തിനപ്പുറത്തേക്ക് ട്രംപ് കടന്നു എന്നത് അങ്ങ് എന്തുകൊണ്ട് കാണുന്നില്ല? അതായത് ഒരു സെക്കൻഡ് പാകിസ്ഥാനെ സംബന്ധിച്ച് പരമപ്രധാനമായ ഒരു കാര്യം ട്രംപിലൂടെ അവർ നേടിയെടുത്തിട്ടുണ്ട്. നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിച്ചിരിക്കുന്നു ലോകസമക്ഷം. എന്താണത്? ഇത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രം ചേർന്നാൽ പരിഹരിക്കാവുന്നതല്ല എന്ന് ട്രംപ് പറയുന്നു. അത് പാകിസ്ഥാന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. ഇനി ഇന്ത്യയിലും പാകിസ്ഥാനുമല്ല, 3ാമതൊരു ന്യൂട്രൽ സൈറ്റിൽ വെച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ആലോചിക്കാം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 3ാം കക്ഷിയുടെ ഇടപെടൽ, 3ാമതൊരു സ്ഥലം, എല്ലാം വരികയാണ്, അല്ലേ? എന്റെ വേണു, ഒരു കാര്യം പറയട്ടെ, വേണുവും വേറൊരാളും തമ്മിലുള്ള ഒരു വിഷയം, അതിന്റെ അകത്ത് ഞാൻ ഇടപെടണമെന്ന് വേണുവിന് ആഗ്രഹം. പക്ഷെ അയാൾ പറഞ്ഞു വേണ്ട, അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. ഒരു ലോകശക്തി ഈ കാര്യത്തിൽ ഏറ്റവും വലിയ വിജയം അവരുടെ ഇടപെടൽ കൊണ്ടുണ്ടായി എന്ന് അവരുടെ പ്രസിഡന്റ്, അവരുടെ വൈസ് പ്രസിഡന്റ്, അവരുടെ വിദേശകാര്യ സെക്രട്ടറിയും സുരക്ഷാ ഉപദേഷ്ടാവും ആയ വ്യക്തി, ഇവരെല്ലാവരും ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്ന് പശ്ചിമേഷ്യൻ സന്ദർശനത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപും എന്താണ് ഈ ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത്? ഒരാണവ യുദ്ധം ഞാൻ ഇടപെട്ട് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ്. അതാ തന്നെയാണ് വേണു ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഈ അന്താരാഷ്ട്ര ഔചിത്യങ്ങൾ ഇല്ലാത്ത ഒരാൾ ശ്രീ ഷാബു പ്രസാദ്, ഔചിത്യത്തിന്റെ കഥയാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ അമേരിക്കയ്ക്ക് കൃത്യമായി മറുപടി കൊടുത്ത ഒരു കാര്യമുണ്ട്, അത് ഒരു കാര്യമുണ്ട്, അത് ജയശങ്കർ, താങ്കൾ എത്ര ചോദിച്ചാലും ഞാൻ പറയും. ജയശങ്കർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ഈ പറയുന്ന പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന്റെ ഭാഗമായി അമേരിക്കയുമായി ഒരു തരത്തിലുള്ള സവിശേഷമായ വ്യാപാര ഇടപാടുകളും ഉണ്ടാകില്ല എന്ന്. ഇനി ഞാൻ പറഞ്ഞ കാര്യം കേട്ടെങ്കിൽ അങ്ങയുടെ മറുപടി. ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കും. ഞാൻ ചോദിച്ച ചോദ്യം കേട്ടെങ്കിൽ അതിന് മറുപടി പറയൂ. അതല്ലാതെ ശബ്ദത്തിന്റെ വെടിക്കെട്ട് നടത്താനാണ് വന്നിരിക്കുന്നത് എങ്കിൽ അത് നടക്കട്ടെ, അടുത്ത ആളിലേക്ക് പോകും. തൊണ്ടയ്ക്ക് നല്ല ശക്തിയുണ്ട്, കുഴപ്പമില്ല. എന്റെ ചോദ്യത്തിന് ഇല്ല, എന്റെ ചോദ്യം കേട്ടെങ്കിൽ അതിന് മറുപടി, എന്റെ ചോദ്യം കേട്ടെങ്കിൽ അതിന് മറുപടി ശബ്ദം കൊണ്ടുള്ള വെടിക്കെട്ടിനാണ് എങ്കിൽ ആ പൂരപ്പറമ്പിൽ ഞാനില്ല, ഞാൻ അടുത്ത അതിഥിയിലേക്ക് ചെയ്യാം. ഞാൻ ഈ മൈക്ക് ഊരി വെച്ചിട്ട് ഞാൻ എന്റെ പാട്ട്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. ചോദ്യം കേട്ടോ എന്നതാണ്. ഞാൻ നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ, ആ ഭീഷണിയാണെങ്കിൽ ഈ മൈക്ക് ഊരി വെച്ചിട്ട് ഞാൻ ചോദ്യം കേട്ടോ എന്നതാണ്. എന്താണ് ചോദ്യം? അതായത് ഇനിയെങ്കിലും ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ. അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു മറുപടി അതേ നാണയത്തിൽ കൊടുത്തൊരു പ്രതികരണം വന്നിട്ടുണ്ട് എങ്കിൽ അതിതാണ്,
കൃത്യമായി അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതിന്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ഊഷ്മളമാകും എന്ന് ഈ ട്രംപ് പറയുകയുണ്ടായി. അതിന് കൊടുത്ത മറുപടിയുണ്ട്, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്കില്ല എന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് മറുപടി വേണ്ടേ? നിൽക്കൂ, ഓരോ ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സർവമാന ട്വീറ്റിന്, അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആയാലും ശരി, സർവമാന പ്രസ്താവനകൾക്കും ഈ സർവമാന വിടുവായത്തങ്ങൾക്കും ഓരോന്നോരോന്ന് എണ്ണിപ്പറഞ്ഞ് മറുപടി പറയാൻ സൗകര്യമില്ലെന്നേ. വളരെ ക്ലിയർ ആണ്. നമ്മളിവിടെ ഇതിലുള്ള ആക്ഷനിലാണ് വിശ്വസിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, വ്യാപാരമില്ല, വെള്ളമില്ല, ടോക്കില്ല, തീർത്തു പറഞ്ഞു. അവരെന്താ പറഞ്ഞ, ഇനിയും ഒരു ന്യൂട്രൽ ലൊക്കേഷനിൽ സംസാരിക്കുമെന്ന്. എന്താ ഇപ്പം പറഞ്ഞത്? ഒരു ടോക്കും ഇല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ, ശരി, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാം എന്ന് തന്നെയാണ് അതിന്റെ പ്രതികരണത്തിൽ എനിക്കും സംശയമില്ല. പിന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റ് അയാളൊരു വിടുവായനാണ്, അയാൾ ഔചിത്യമില്ലാത്തവനാണ്. എത്ര വലിയ താങ്കൾ ഈ വിശേഷണവാദങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ മാലപ്പടക്കം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഔചിത്യമില്ല, അയാൾ ഇതൊക്കെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. എന്റെ അടുത്ത ചോദ്യം, ശ്രീ രാജു പറയുന്നു, ആ BSF ജവാന്റെ ഭാവി എന്താകും? അതെങ്കിലും ഉറപ്പുവരുത്തിയോ? ടോക്കുകൾ നടക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, ഇത് ഒന്നാമത്തെ കാര്യം, ഇതൊരു യുദ്ധമല്ല, ഇതൊരു പ്രിസിഷൻഡ് ഓപ്പറേഷനാണ്, മിലിറ്ററി ഓപ്പറേഷനാണ്. ഒരു യുദ്ധം നിർത്താനുള്ള, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിലാണ് നെഗോസിയേഷൻസ് നടക്കുക. ഇത് അങ്ങനെയുള്ളൊരു വേദിയല്ല, ഇത് മിലിറ്ററി ഓപ്പറേഷനാണ്. അതേസമയം രണ്ട് രാജ്യങ്ങൾ തുറന്ന യുദ്ധത്തിലാണ്. ആ തുറന്ന യുദ്ധത്തിന്റെ പര്യവസാനം വരുമ്പോൾ ഒരു ടോക്ക് നടക്കുമ്പോൾ അവിടെ നെഗോസിയേഷൻസ് വരും. ഇവിടെ നെഗോസിയേഷന്റെ പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾ ആദ്യം നമ്മൾ അവിടേക്ക് ആക്രമണം നടത്തി, ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്, ഇനി മര്യാദക്കിരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞു. അവർ വീണ്ടും അടിച്ചു, തിരിച്ചതിനെക്കാട്ടി ശക്തി കൊടുത്തു, നിങ്ങൾ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, വീണ്ടും അടിച്ചു. അവസാനം അവർ വഴിക്ക് വന്നു. ഓപ്പൺ വാർ ആണെങ്കിൽ, അങ്ങനെയുള്ളിടത്താണെങ്കിൽ നെഗോസിയേഷൻസ് ഉണ്ടാകും. ശരി, അപ്പൊ ഇനി നമുക്ക് ഈ BSF ജവാന്റെ കാര്യത്തിൽ അങ്ങ് പറയുന്ന പോലെയാണ് എങ്കിൽ ആ ഭാഗത്തെ ഫ്ലാഗ് മീറ്റിംഗുകൾ നടക്കേണ്ടതുണ്ട്. ആ ഫ്ലാഗ് മീറ്റിംഗുകൾ നടക്കുന്നതിന്റെ ഭാഗമായി ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകും. അങ്ങനെയല്ലേ ഉദ്ദേശം? ഫ്ലാഗ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഫ്ലാഗ് മീറ്റിംഗുകൾ, പക്ഷെ അവർ സഹകരിക്കുന്നില്ല. ശരി, ഫ്ലാഗ് മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്, അതിനി നടക്കുകയും ചെയ്യും. ഒരു കാര്യം, അബദ്ധത്തിലാണെങ്കിലും ബോർഡർ ക്രോസ് ചെയ്തു പോയ ഒരാള്, അതിപ്പോ നമ്മുടെ കയ്യിലുണ്ട്, അവരുടെ ആൾക്കാർ, അവരുടെ ആൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങ് യുക്തിഭദ്രമായ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലേ, ഒരു ശബ്ദ ബഹളവും വേണ്ട, അങ്ങ് പറയുന്നു, ഞാനത് കേൾക്കുകയും ചെയ്യുന്നു. ഈ മറ്റുള്ള 3 പേരോടും മറ്റുള്ള മാന്യത നിങ്ങൾ എന്നോടും കാണിച്ചാൽ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് വിശ്വസിക്കണോ, നമ്മുടെ ആർമിയും നമ്മുടെ സർക്കാരും പറയുന്നത് വിശ്വസിക്കണോ എന്നുള്ളത്, അത് ഞാൻ വിടുന്നു. അത് അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ദൃഷ്ടികൾ കണ്ടെത്താൻ എന്നുള്ളത് ഞാൻ ഓരോരുത്തരുടെ സംസ്കാരത്തിനും അവരവരുടെ വീക്ഷണത്തിനും വിടും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരി, എന്നാൽ നിങ്ങളൊരു മീറ്റിംഗ് വിളിക്കൂ, ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നല്ല പറഞ്ഞത്. അവർക്ക് വേണമെങ്കിൽ, അവർക്ക് സമാധാനം ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് വെടിനിർത്തൽ ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഒഫീഷ്യൽസ് അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സ്പോസ്റ്റ്, ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ എക്സ്പോസ്റ്റ്, അതിൽ പറഞ്ഞിരിക്കുന്ന ആ ക്ലെയിമിനെ നമ്മൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പോസ്റ്റിൽ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അജിത് ഡോവലും S ജയശങ്കറുമായിട്ട് മാരത്തൺ ചർച്ചകൾ നടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ലെങ്കിൽ, അങ്ങനെ നടന്നിട്ടില്ല, അവര് നടത്തുന്നതും ഈ രാജ്യത്തെ സംഘപരിവാർ ഹാൻഡിലുകൾ നടത്തുന്നത് പോലെ, നമ്മുടെ ശത്രു രാജ്യമായിട്ട് നിൽക്കുന്ന പാകിസ്ഥാൻ നടത്തുന്നത് പോലെ വ്യാജമായിട്ടുള്ള കള്ളമായിട്ടുള്ള പ്രചരണങ്ങളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാത്തിടത്തോളം കാലം അമേരിക്കൻ പ്രസിഡന്റും US സ്റ്റേറ്റ് സെക്രട്ടറിയും പറഞ്ഞത് സത്യമാണെന്നല്ലേ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുക. എനിക്കൊരു ഉപകാരം ചെയ്യൂ, നീ വാ പൊളിക്കരുത്. അല്ലാതെ മൂന്നാമതൊരു രാജ്യം ഇടപെടേണ്ടത് പ്രഖ്യാപിത നിലപാടാണ്. അത് ഞങ്ങൾക്ക് അറിയാമെന്നേ, നേരത്തെ അറിയാം. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മാറ്റം വന്നിട്ടുണ്ടെന്ന് മറ്റൊരാൾ പറയുമ്പോൾ അത് വന്നിട്ടില്ല എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒന്നാമത്തെ ആൾ നരേന്ദ്രമോദിയാണ്, അല്ലേ? അപ്പൊ നരേന്ദ്രമോദി അത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ
പിന്നെ നിങ്ങൾ പറയുന്നു നമ്മൾ ഭീകരവാദ കേന്ദ്രങ്ങൾ മെഷേർഡായിട്ട് ആക്രമിച്ചു, അത് അവിടെ തീർന്നു, അതുകൊണ്ട് സീസ് ഫയർ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ സാങ്കേതിക ശക്തി, സൈനിക ശക്തി, സാമ്പത്തിക ശേഷി പാകിസ്ഥാനിലെ ഏതെങ്കിലും ഭീകര കേന്ദ്രം ആക്രമിച്ചുകൊണ്ട് തെളിവാക്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ലോകം മുഴുവൻ അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലേ?